ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെനു. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 5 ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പിസോഡ് 5 എന്ന് വെച്ചാൽ ഇതല്ല, ഇത് എപ്പിസോഡ് 6 എപ്പിസോഡ് 5 എന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഫാമിൻ്റെ നമ്മളിന്ന് വീഡിയോയിൽ മിസ്സായി പോയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആക്കിയിട്ട് ഇടുന്നില്ല. പകരം ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മളെ ചാനലിൽ വരുന്നുണ്ടാവും. കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇപ്പം തന്നെ സബ് ചെയ്ത് ബെല്ലൈക്കണെല്ലാം ഇട്ട് വെച്ചോ. അതുപോലെ തന്നെ നമ്മളെ കോസ്റ്റ്യൂം നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അധികം ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എനിമ കാണുന്നവർക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇത് ആരാന്ന് ഇട്ടുണ്ടാവും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടറായ ഇറ്റാച്ചിൻ്റെ കോസ്റ്റ്യൂമേ നമ്മൾ ഇട്ടിട്ടില്ലേ. നമ്മൾ ചെറുതായിട്ട് വിഷയുന്നവർക്ക് തെന്നു മാറുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഐറ്റം സോർട്ടർ ആക്കലാണ്. ഇത് ചിലവർ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല, ചിലർക്ക് ഇതൊന്നും സംഭവം തന്നെ അറിയില്ലായിരിക്കും. പക്ഷെ ചിലവർക്ക് ഇതെന്നാന്ന് അറിയാം, പക്ഷെ ഇതെങ്ങനെയാണെന്ന് ആക്കണ്ടേന്ന് അറിയണ്ടാവില്ല ആരും. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമ്മളിന്നൊരു ഐറ്റം സോർട്ടറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡ് ഫാമിലാണ്. ഗോൾഡ് ഫാമിൽ നമുക്ക് മെയിനായിട്ട് 4 സാധനം കിട്ടും. ഗോൾഡ് ഇങ്കട്ടും, പിന്നെ നെഗട്ടും, പിന്നെ റോട്ടം ഫ്ലഷ്, പിന്നെ ഗോൾഡ് സോഡും കിട്ടും. നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉപകാരമില്ലെന്ന് വെച്ചാൽ 3 സാധനമാണ്. റോട്ടം ഫ്ലഷ്, ഗോൾഡ് ഇങ്കട്ടും, ഗോൾഡ് തന്നെ കിട്ടും. നമുക്ക് സോഡ് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അത് കളഞ്ഞിട്ട് ഈ 3 സാധനം നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാന്നില്ല നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് നിങ്ങളൊരു കമൻറ്റ് പറയണം കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഹോപ്പറാണ് മെയിൻ ഹോപ്പർ, അതായത് നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹോപ്പർ അതാണ്. നമ്മളിവിടെ ഇപ്പോൾ പിക്ലിൻസിനെ കൊല്ലുമ്പം ആ ഹോപ്പർ വഴിയാണ് നമുക്ക് ബാക്കി ഹോപ്പറിലേക്ക് സാധനം പോകുന്നത്. നമുക്കിവിടെ ഇപ്പം 3 സാധനം സോർട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 3 ഹോപ്പർ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം ടോട്ടൽ ഹോപ്പറിന് എണ്ണം വെച്ചാൽ 4 എണ്ണമാണ്. 3 എണ്ണം നമ്മളെ സാധനം സോർട്ട് ചെയ്യേണ്ട സാധനം പോകാനും 4ാമത്തെ നമുക്ക് വേണ്ടാത്ത സാധനം പോകാനും വേണ്ടിയിട്ടാണ്. നമുക്കെന്ത് ഇത് കൂട്ടിച്ച് ഈ ഹോപ്പർ അതിനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ ഹോപ്പറായിട്ട് കണക്റ്റ് ആയിരുന്നില്ല നേരത്തെ, നമ്മൾ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോപ്പറിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ബ്ലോക്ക്, അതായത് തൊട്ട് ബാക്കത്തെ ബ്ലോക്കിൽ ഇതേപോലെ 4 ബ്ലോക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 4 എണ്ണം വേണ്ട, നമ്മളെ മെയിൻ ഹോപ്പറിനാണെന്ന് അങ്ങോട്ടില്ല 3 ഹോപ്പറിൻ്റെ സൈഡിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അത് 4ാമത്തെ ഹോപ്പർ വെച്ചാൽ നമ്മളെ വേസ്റ്റ് പോകുന്നതാണ്. അതുകൊണ്ട് ആടെ ഒരു ബ്ലോക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ മെയിൻ ഹോപ്പറിനാണെന്നില്ല 3 എണ്ണത്തിലേക്ക് വെച്ചെടുത്താൽ മതി. ഞാൻ വെച്ചാൽ ഒരു 4ാമത്തെ ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. അടുത്ത് നമുക്കായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ റെക്സ്റ്റോൺ കമ്പാരിറ്ററാണ്. ഇതിപ്പോൾ ഞാൻ കാണുന്ന ഒരു 3 കമ്പാരിറ്റർ ഇതുപോലെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ 3 ഹോപ്പർ ഈ കമ്പാരിറ്ററിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളിപ്പം വെച്ച ഹോപ്പറിന് അടിയിലായിട്ടാണ് നമുക്ക് മെയിൻ ലൂട്ടായിട്ട് വരുന്ന നമ്മളെ ഗോൾഡ് ഇങ്കട്ടും നെഗട്ടും റോട്ടം ഫ്ലാഷ് എല്ലാം വരേണ്ട ചെസ്റ്റും ഒക്കെ ഉണ്ടായി ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം കാണിച്ചിരുന്ന പോലെ ആദ്യം ചെസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ 2 ഡബിൾ ചെസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എനിക്കിപ്പം 3 സാധനം സോർട്ട് ചെയ്ത് നോക്കേണ്ടതുകൊണ്ട് 3 ഡബിൾ ചെസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ഹോപ്പറും വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന റെക്സ്റ്റോണിൻ്റെ പരിപാടിയാണെന്നില്ല ഇനി. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 3 കമ്പാരിറ്റർ വെച്ചിട്ടില്ലേ, അതിന് കണക്ട് ചെയ്തിട്ട് നമുക്ക് 3 ബ്ലോക്ക് ഇതേപോലെ വെച്ചെടുക്കുക. ക്രൗച്ച് ചെയ്തിട്ട് ഇതേപോലെ കമ്പാരിറ്റർ എന്ന് വെച്ചാൽ ബ്ലോക്ക് വെക്കുമ്പോൾ ഇതേപോലെ ബ്ലോക്ക് വന്നോളൂ. ഇതേപോലെ 3 ബ്ലോക്ക് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് വെക്കേണ്ട വെച്ചാൽ ഗ്ലാസ്സാണ്. ഗ്ലാസ് നേരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോയിട്ട് എടുത്തോളം ഞാൻ ഇതേപോലെ കാണിക്കുന്ന പോലെ 3 ഗ്ലാസ് ഇതേപോലെ അവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് താഴോട്ട് കുറച്ചും കൂടി സ്ഥലം വേണ്ടതുകൊണ്ട് നമുക്ക് ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഒരു ബ്ലോക്ക് ഞാനിപ്പോൾ മൊത്തം പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഗ്ലാസിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ബ്ലോക്കിൽ ഇതുപോലെ 2 എണ്ണം പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 3 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ബ്ലോക്ക് നമുക്ക് അങ്ങ് പൊട്ടിച്ച് കളയാം.
അതിനുശേഷം ഇതേപോലെ ഞാൻ ഇപ്പം വെക്കുന്ന പോലെ നേരത്തെ കമ്പാരിറ്റർ വെച്ചതിൻ്റെ തൊട്ടിപ്പുറത്തെ ബ്ലോക്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ റിപ്പീറ്റർ 3 ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റിപ്പീറ്റർ വെച്ചിട്ട് അതിൻ്റെ തൊട്ടിപ്പുറം ഇതേപോലെ 3 ബ്ലോക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 3 ബ്ലോക്കിൽ നമുക്ക് റെഡ് സ്റ്റോൺ വെക്കണം. ഇപ്പം എൻ്റെ അടുത്ത് നോക്കിയാൽ ആകെ ഒരു റെഡ് സ്റ്റോണേ ഇല്ലൂ. ഒക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് റെഡ് സ്റ്റോണെല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ 3 റെഡ് സ്റ്റോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 ബ്ലോക്ക് പില്ലർ ചെയ്ത് മേലോട്ട് പോയിട്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ മൊത്തം റെഡ് സ്റ്റോൺ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം കാണിക്കുന്ന പോലെ മൊത്തം എല്ലാ ബ്ലോക്കിൻ്റെ മേലെയും റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഈ കാണിക്കുന്ന വീഡിയോയിൽ അതിൻ്റെ ഇപ്പുറത്തെ ബ്ലോക്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാം. ഇതാക്കുമ്പോൾ തന്നെ നമ്മളെ റെഡ് സ്റ്റോണിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതെല്ലാം നൈറ്റ് എങ്ങനെയെല്ലാം സോൾഡർ ആവേണ്ട മാത്രമേ നോക്കാനുള്ളൂ. ഇപ്പം നമുക്ക് സോൾഡറിങ് ആക്കണമെങ്കിൽ ആ സോൾഡറിങ് ആക്കുന്ന സാധനം നമ്മുടെ അടുത്ത് ഒന്നെങ്കിലും വേണം, എന്നാലും നമുക്ക് സോൾഡറിങ് ആക്കാൻ പറ്റത്തുള്ളൂ. ഈ സോൾഡറിങ്ങിൻ്റെ പരിപാടി നമ്മൾ എവിടെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 4 ഹോപ്പർ വെച്ചിട്ട് അതിന് തൊട്ട് താഴെ നമ്മളൊരു 3 ഹോപ്പർ വെച്ചിട്ടില്ലേ, ആ ഹോപ്പറിൽ നമുക്ക് ഇനി സാധനം സെറ്റ് ചെയ്യണ്ടേ. ഇപ്പം ഞാനിവിടെ ആദ്യം സോൾഡർ ചെയ്യുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഗോൾഡ് ഇങ്കട്ടാണ്. അതിൻ്റെ അടുത്ത് 7 എണ്ണം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവില്ലേ, ഒരു സ്റ്റേക്ക് ആക്കാൻ പറ്റിയ ബ്ലോക്ക്, അത് ഇതേപോലെ 11 വെച്ചിട്ട് 4 എണ്ണം ആക്കണം. അതിന് ശേഷം നമ്മുടെ ഹോപ്പറിലെ ഫസ്റ്റത്തെ ഒരു സ്പേസ് വിട്ടിട്ടാൽ ശേഷമില്ലേ 4 ബോക്സിലും വെച്ചെടുക്കുക. ഇപ്പം കാണിക്കുന്ന പോലെ ഇതേപോലെ അങ്ങ് വെച്ചെടുക്കുക. അതിനുശേഷം ഫസ്റ്റത്തെ ഒരു ബോക്സിൽ ഇതേപോലെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വെച്ച് കൊടുത്തില്ല. നിങ്ങൾക്ക് എന്നാന്ന് വേണ്ട വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആടെ 7 എണ്ണം വെച്ചാൽ കുറഞ്ഞ ലാസ്റ്റ് 1 അവിടെ നിൽക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഓർഡർ ചെയ്യേണ്ട സാധനം 41 അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും ബ്ലോക്ക് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ആവശ്യമെങ്കിൽ നേരത്തെ നമ്മൾ 11 വെച്ചെങ്കിൽ ഒറ്റൊന്ന് വെച്ചാൽ മതി. നമ്മൾ സോൾഡർ ചെയ്യേണ്ട സാധനം അടുത്ത് എത്രയാണെന്നും ഇല്ല, 41 കൂടുതൽ വേണം. 4 ഇതേപോലെ വെച്ചെടുക്കുക. എന്നാലും നമ്മൾ സോൾഡർ ചെയ്യുക. ലാസ്റ്റ് ആടെ ഒറ്റൊന്നായി നിൽക്കും. ഒറ്റൊന്നല്ല 41 നിൽക്കും. 41 നമ്മളത് ശരിയായിട്ടില്ല. ഇപ്പം ഇതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ 3ാമത്തേൽ നമ്മളിപ്പോൾ റോട്ടം ഫ്ലഷാണ്. നേരത്തേക്ക് വന്നത് എങ്ങനെയും വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതേപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ 3 ഇല്ല. 11 വെച്ചിട്ട് 4 ബ്ലോക്ക് അവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ടാകുമ്പോൾ നമ്മുടെ അടുത്തില്ല റോട്ടം ഫ്ലഷ് ഫസ്റ്റത്തിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതവിടെ ഒറ്റൊന്ന് മാത്രമായിട്ട് നിൽക്കും. ഇത്ര ആയത്തിൽ നമ്മൾ സോൾഡറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഹോപ്പറിലെ കൂടെ ഗോൾഡിങ് കട്ടും, 2ാമത്തെ കട്ടും, 3ാമത്തെ ഹോപ്പറിലെ കൂടെ റോട്ടം ഫ്ലഷ് മാത്രമേ വരുള്ളൂ. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സോഡില്ലേ, ഗോൾഡ് സോഡിലും അതിപ്പം തൽക്കാലം ഞാൻ ലാവയിലിട്ട് കളയാനാണ് വന്ന്. അതിന് ലോഡ് ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മളാക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡ്രോപ്പറും പിന്നെ 2 ഒബ്സർവറുമാണ്. അതൊരു ഡ്രോപ്പർ എടുത്തിട്ട് ആ ഹോപ്പറിന് കണക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്ക് കുറച്ച് സ്ഥലമായിട്ട് കൊടുക്കുക. അവിടെ നമ്മൾ ഒബ്സർവർ വെക്കുക. 2 ഒബ്സർവർ മുഖാമുഖം നോക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ വെക്കുന്ന പോലെ തന്നെ ഒബ്സർവർ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക 2 എണ്ണം. നമ്മൾ അതിൻ്റെ അവന് ഏകദേശം ആളിനിപ്പം ടിക് 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 എന്നിട്ട് ഒരൊച്ചയുണ്ടാവും. ഏറ്റത്തിൽ നമ്മൾ പണി ഏകദേശം അവിടെ കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ട് താഴെയൊരു ലാവാക്കണം. അതിനെല്ലാം നമുക്ക് സെറ്റാക്കാം. ആ ഗോൾഡ് സോഡെല്ലാം തീയിൽ വീഴുന്നതാണ് വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലാസ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഗ്ലാസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ലാവ ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ലാവ ബക്കറ്റ് ലാവ എടുത്തില്ല, ഞാൻ എടുത്തിട്ടും പറ്റാതെ നമ്മൾ തന്നെ മറ്റേ ഇൻഫിനിറ്റ് ലാവിൻ്റെ സാധനമാക്കിയാണ്. ഇത് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നാണ് അന്നേരം നമ്മളെ ഗോൾഡ് ഫാമിലിയൊക്കെ എല്ലാം 10-30 ഒബ്സിഡിയൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നാണ് ലാവ എടുത്തിനെ. അതായി പാടിയൊന്നും കാണാത്ത.
ഇനി നമുക്ക് ഇതിങ്ങനെ ലാഗ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് നോക്കാം വേഗം. ഇതേപോലെ ഇങ്ങനെ ലാഗ് വെച്ചിട്ട് തന്നെ തൊട്ടിപ്പറ നമുക്ക് ഗ്ലാസ് ബ്ലോക്ക് വെച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ടാണ് ഇതൊക്കെ തീ പിടിച്ചിന് സീനൊന്നുമില്ലത്. ഇതാക്കിയാൽ തന്നെ നമ്മളെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു പണിയില്ല. നമ്മുടെ മേലെ കൊല്ലുമ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനം ഇതിൻ്റെ പോകാൻ നമ്മളെ റോട്ടം ഫ്ലഷും അതേപോലെ തന്നെ ഗോൾഡ് ഇങ്കട്ടെല്ലാം കെട്ട് മാത്രമേ ഇതിൻ്റെ അത് പെട്ടിയിലേക്ക് വരുത്തുള്ളൂ. ബാക്കിയെല്ലാം ഈ ലാബയിൽ കൊണ്ട് പോവുക. അപ്പം അത്രയില്ല എന്നത് നമ്മളൊരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നമ്മൾ റൂട്ട് ടു 200 സബ്സാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.